നമസ്കാരം. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചന്റെ മെയിൻ ഭാഗമായിട്ടുള്ള ഒന്ന് കിച്ചൺ സ്പ്ലാഷ് ബാക്ക്. വീഡിയോ കണ്ടിട്ട് ചിലർ ചോദിച്ചിരുന്നു ഇത് എന്താണ്, എവിടുന്നാണ് ഇത് മേടിച്ചതെന്ന്. ഇത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. കിച്ചൺ സ്പ്ലാഷ് ബാക്കിന് ഇതുപോലെ ഗ്ലാസ് സ്പ്ലാഷ് ബാക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പം ഞാൻ പ്രസ്റ്റി ഗ്ലാസ് എന്ന് പറയുന്ന കൗണ്ടി മയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇത് 6mm ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. ഇത് ഇവർ പറയുന്നത് ഇതിന് ഗ്രാനൈറ്റിന്റെ അത്രയും തന്നെ സ്ട്രെങ്ത് ഉണ്ട് എന്നാണ്. അതുപോലെ ഇത് ഒരു ഒറ്റ പീസാണ്, അപ് ടു 3 meters ഇവർ ഒറ്റ പീസായിട്ട് ഇതിന്റെ മെഷർമെന്റും ഇതുപോലുള്ള സോക്കറ്റിന്റെ ഒക്കെ മെഷർമെന്റ് എടുത്തിട്ട് പിന്നെ ഇത് ഒറ്റ പീസായിട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. നിങ്ങൾക്ക് ഇവരുമായിട്ട് രജിസ്റ്റർ, അവരെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു ലിങ്ക് അയച്ചു തരുമ്പോൾ ഈ കാണുന്ന ഡിസൈൻ കൂട്ട് ആയിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. പ്ലെയിൻ ഗ്ലാസ് വേണമെങ്കിലും വെക്കാം. പ്ലെയിൻ ഗ്ലാസ്സിന് ഇങ്ങനെയുള്ള ഡിസൈനിനേക്കാളും €100 കുറവാണ്. ഞാൻ 3 വർഷം മുമ്പ് എടുക്കുമ്പോൾ ഇതിന് €850 ആയിരുന്നു. ഇപ്പോൾ കൂടി കാണും. ഇവിടെ വരുവാണെങ്കിൽ ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് എങ്കിലും നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഫ്ലെയിം ഡയറക്റ്റ് അടിക്കുമ്പോൾ ഇതിന്റെ കളർ പോകാതിരിക്കാൻ ഇതുപോലൊരു ഗ്ലാസ് പീസ് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പം സാധാരണ ഇലക്ട്രിക് ഹോബ് ആണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഇത് വളരെ നീറ്റാണ്. ഇതിന്റെ മെയിൻ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് കിട്ടും. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. കിച്ചണൊക്കെ നല്ലൊരു ലുക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരെണ്ണം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കിച്ചൺ സ്പ്ലാഷ് ബാക്ക് ചെയ്യുന്ന ഇതുപോലെ ഗ്ലാസ് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.